നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 21 തീയതി 1200 ആണ്ട് ഇടവമാസം 7 തീയതി ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ചയാണ്. ചതയം നക്ഷത്രവുമാണ്. ചതയ നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനും വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്. രണ്ടും ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ഇന്ന്. വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ് ഇന്നത്തേത്. അപ്പോൾ എന്ത് ശുഭകാര്യത്തിനും ഇറങ്ങാം. ബുധനാഴ്ചയാണ്, നല്ല നക്ഷത്രമാണ്. അപ്പോൾ ബുധൻ പ്രവൃത്തികാരകൻ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് റിസൾട്ട് തരുന്നവനാണ്. അപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട്, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് വിജയത്തിലേക്ക് വരുന്ന ദിവസവും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ മാക്സിമം വിനിയോഗിച്ചുകൊള്ളുക. അതുപോലെ ഇടവ മാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തുകൊണ്ട് ബർത്ത്ഡേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ദിവസഫലം ഒരു ദിവസം മാത്രമേ ഉള്ളൂ. പക്ഷേ വാർഷിക ഫലം, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് ഈ ദിവസം വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളിൽ വളരെ സൂക്ഷിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വർഷം വളരെ ഗുണപ്രദമായി തീരും. എന്തെങ്കിലും തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളെ പൈസയ്ക്കൊത്ത് ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വലിയ രീതിയിലാവും. ഇല്ല, ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഡെവലപ്പ് ചെയ്യാതെ കിടക്കുന്ന ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. കുറച്ച് കടം വാങ്ങിച്ചെങ്കിലും ചെയ്യണം, അത് വിജയിക്കും. ഇല്ല, ജോലിക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി കിട്ടും. ജോലിക്ക് വേണ്ടി നല്ല പോലെ ശ്രമിക്കുക. അല്ലാതെ ഉദ്യോഗത്തിൽ ഇരിക്കുകയാണ്, പ്രൊമോഷനോ ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് നല്ല പോലെ ട്രൈ ചെയ്യുക, കുറച്ചുകൂടി നല്ല ജോലി കിട്ടും. ഇതിനെല്ലാം കൊള്ളാവുന്നുള്ള സമയമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സമയം നല്ലതായി വരുമ്പോൾ നമ്മൾ അത്രയ്ക്ക് പ്രവർത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ദൈവം ഇങ്ങനെ ഓരോ സമയം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. അല്ലാതെ ഞാൻ പലതും തകർച്ചയിലേക്ക് പോയി, അതുകൊണ്ട് ഇനിയും എനിക്ക് തകർച്ച ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ വിദ്യാഭ്യാസം ഉപരിപഠനത്തിനാവട്ടെ, അതുപോലെ അവർക്ക് ഏതെങ്കിലും വിദ്യ മുടങ്ങിക്കിടക്കുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനാവട്ടെ, ഒക്കെ നല്ല റിസൾട്ടിനെ കൊടുക്കും. ബുധൻ ബുദ്ധിയും നമുക്ക് നല്ല ഉന്മേഷത്തെയും പ്രദാനം ചെയ്തു തരും. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, വളരെ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണ്. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല ദിവസമാണ്, നല്ല നക്ഷത്രമാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് പാടില്ലാത്ത ചില കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ സൂക്ഷിക്കണം. നമ്മൾ യാത്ര ചെയ്യുകയാണ്, നമ്മളെ വണ്ടി നല്ല ബെൻസ് കാറാണ്, പുതിയ കാറാണെങ്കിൽ പോലും റോഡ് കൊള്ളൂല്ലെങ്കിൽ സൂക്ഷിച്ചോട്ടിക്കണം. അപ്പോൾ ചെറിയ ഇന്നത്തെ യാത്രയിൽ ചെറിയ ദോഷങ്ങളുള്ള സമയമുണ്ട്. പ്രത്യേകിച്ച് രാവുകാല സമയം നമുക്ക് വളവ് തിരിവുകൾ ഉണ്ടാക്കാൻ ഇടയുള്ള സമയം ആയതുകൊണ്ട് പാപ്പിനെ പോലെ എഴയും. അതുകൊണ്ടാണ് രാഹുവിനെ പേടിക്കുന്നത്. ആ സമയത്ത് യാത്ര തുടരുകയാണെങ്കിൽ, ദൂരയാത്രകൾ അതുപോലെ ശുഭയാത്രകൾ തുടരുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കാനിട വരും, സമയത്തിന് നമ്മൾ എത്തിച്ചേരില്ല. അതുകൊണ്ടാണ് രാവുകാലം നോക്കണം. കലണ്ടറിൽ രാവുകാലം ബുധനാഴ്ച 12 മണി മുതൽ 1:30 മണി വരെ എന്ന് ഇട്ടിട്ടുണ്ടെങ്കിലും 12:21 തുടങ്ങുകയുള്ളൂ. 1:55 വരെ രാവുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് ഒഴിവാക്കുക. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കണ്ട. രാവിലെ തന്നെ തീരെയാണ്. ഗുളികകാല സമയം 10:47 തൊട്ട് 12:21 വരെയും, യമകണ്ഠകാല സമയം 7:40 തൊട്ട് 9:14 വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കണ്ട. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം 11:57 തൊട്ട് 12:45 വരെ 48 മിനിറ്റ് നേരം ഉള്ളതിൽ ഒരു 4 മിനിറ്റ് നേരമേ എടുക്കാം. 44 മിനിറ്റും ഉപയോഗത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ബുധൻ്റെ ആധിക്യമുള്ള ദിവസമാണ്. ബുധനിൽ നിന്ന് പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ബുധനിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരേ ഒരു കാര്യം, ബുധനെ എത്രത്തോളം പ്രീതിപ്പെടുത്തിയെടുക്കാമോ അത്രയും പ്രീതിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ
ബുധൻ്റെ പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ വേണ്ടി പച്ച കളറിലുള്ള വസ്ത്രധാരണം നടത്തുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.